എടി സത്യാമ്മ എന്താ പറയുന്നേ? രാഘവേട്ടനാണെങ്കിൽ രോഗാവസ്ഥയെ പറയുന്നതാണെന്ന് പറയാം. പക്ഷെ സത്യാമ്മയ്ക്ക് ഈ ചടങ്ങിനെ എതിർക്കാലോ. അച്ഛന്റെ വാശിക്ക് മുമ്പിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക എല്ലാവരും. ഏതെങ്കിലും രീതിയിൽ ഇത് മുടക്കാമെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും എങ്ങനെ മുടക്കുമെന്ന് മാത്രം ആരും ഒന്നും പറയുന്നില്ല. എല്ലാവരും അച്ഛന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ അങ്ങ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ എങ്ങനെയാ അമ്മേ അത് കണ്ടുകൊണ്ട് നിൽക്കുക? എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം വിഷ്ണുവേട്ടൻ. ആ സ്ഥാനത്ത് മറ്റൊരാളുടെ പേര് അറിയാതെ പോലും വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. ഞാൻ നാളെ മറ്റൊരാളുടെ മുന്നിൽ അയാളുടെ ഭാര്യയായിട്ട് അഭിനയിക്കണമെന്ന് പറയുമ്പോ അത് ഞാൻ മരിക്കുന്നതിന് തുല്യമായിട്ട് അമ്മ എനിക്ക് തോന്നുന്നത്. ഇല്ല, എനിക്കൊരിക്കലും അങ്ങനെ ഒരു നാടകത്തിന് കൂട്ടു നിൽക്കാനാവില്ല. ഞാൻ ഇനി ഇവിടുന്ന് പോകുന്നില്ല. എന്ത് സഹിക്കും, വേണമെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിക്കാനും തയ്യാറാ. പക്ഷെ എന്റെ വിഷ്ണുവേട്ടനെ തള്ളി പറയാനോ കൊച്ചാക്കാനോ എന്നെ കിട്ടില്ല. അതിനെനിക്ക് കഴിയില്ല. ഞാൻ അത്രയധികം എന്റെ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ആളാ വിഷ്ണുവേട്ടൻ. മോളിങ്ങനെ അവിടെ നിന്ന് മാറിയെന്ന അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കേ ചെല്ലൂ. രാഘവേട്ടന് മാത്രമല്ലേ കാര്യങ്ങൾ അറിയാത്തത്, ബാക്കി എല്ലാവർക്കും കാര്യങ്ങൾ അറിയാലോ. എന്ന് വെച്ച് അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നത്? മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി എന്റെ ഇഷ്ടങ്ങളും എന്റെ നിലപാടുകളും എന്റെ വിശ്വാസങ്ങളും എല്ലാം ഞാൻ മറക്കണമെന്നാണോ? അങ്ങനെയല്ല അമ്മ. അമ്മ, ഞാനൊരു മനുഷ്യ സ്ത്രീയാ. എന്റെ ഉള്ളിലും ഉണ്ട് ഞാൻ മനസ്സിൽ മായാതെ കൊണ്ട് നടക്കുന്ന നല്ല ഓർമ്മകളും ചിന്തകളും. എനിക്കതുമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോയാലേ പറ്റൂ. കാരണം ആ ഓർമ്മകളാമ്മ എന്റെ ജീവവായു. എന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നതും ആ ഓർമ്മകൾ തന്നെയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോകുന്നില്ല. മോളെ, അത് ഞാനൊന്ന് പറഞ്ഞു. നീ അങ്ങോട്ട് കേറടി. എന്നോട് താനോട് വയ്ക്കുന്നേ? ഞാൻ എഴുതില്ലേ? ഇങ്ങോട്ട് കയറ്. എന്റെ ഫോൺ എടുത്തില്ല. ഞാൻ നീ എവിടെ ഫോണൊക്കെ എടുത്തു തരാം. ശാരദാമേ, ആ ശ്യാമ എടുത്തോ, ഞാൻ ഫോണിൽ എടുക്കേ. ശ്യാമേ, ഫോൺ എടുക്ക. അങ്ങോട്ട് ഇതാ മൊബൈല്. ആ തെല്ലി കൊണ്ടെടുക്കണോ? ആ ശാരദാമേ, അപ്പൊ നേരത്തെ വന്നേക്കണം കേട്ടോ. പ്രത്യേകിച്ച് ക്ഷണമൊന്നുമില്ല കേട്ടോ. ആ ശരി, ഓക്കെ. ആ അപ്പൊ വെഡിങ് ആനിവേഴ്സറി നടക്കുമല്ലേ മേ? കേറി പോടിയാത്ത അവിടെ ഒരു വെഡിങ് ആനിവേഴ്സറി. ഇവിടെ കൈയോടെ ഞാൻ കൂട്ടിക്കൊണ്ട് പോന്നേ. പോക്ക് രണ്ടായിട്ടാണെങ്കിലും തിരികെ പോന്നത് ഒന്നിച്ചായില്ലേ? അല്ല, നാളത്തെ സദ്യയുടെ കാര്യം ശാരദാമ്മ അടുത്ത് പറയാൻ പോയപ്പോഴേ ശാലിനോട് ഉണ്ടായിരുന്നേ. എന്നാ പിന്നെ ഒന്നിച്ച് പോരാന്ന് വിചാരിച്ച്. ആ രാഘവേട്ടനിപ്പം അത് നടത്തി അടങ്ങുമല്ലേ? പിന്നല്ലാതെ. എനിക്ക് വേണ്ടപ്പെട്ട കുറച്ചു പേർക്കൊക്കെ വരാനും ഞാൻ പറഞ്ഞിട്ടുണ്ടേ. മോളെ, ശാരികയ്ക്ക് എങ്ങനെയുണ്ട്? എല്ലാവർക്കും വാശിയാണല്ലോ, അവരവരുടെ കാര്യങ്ങൾ ജയിക്കണം എന്നുള്ള വാശി. അത് നടക്കട്ടെ. ശാരികയുടെ കാര്യം അങ്ങനെ തന്നെയാ. അല്ല ഭാമേ, വിഷ്ണു വന്നില്ലേ? അത് പിന്നെ വണ്ടി ശരിയാക്കി കിട്ടി കാണില്ല. അതൊന്നും ശരിയാവും. വണ്ടി ശരിയാക്കി കിട്ടിയിട്ട് വരുമെന്നാ ഭാമ എന്നോട് പറഞ്ഞേ. ശാലിനിക്കൊപ്പം വരുന്നില്ലേ പറഞ്ഞേ?
ശാലി വാ വരട്ടെ. രാഘവേട്ട അവ എന്താ പറയാ ഇത്ര താമസിക്കുന്നേ? നിങ്ങൾ ഒരുമിച്ചില്ലേ പോയത്? ഒന്നിച്ച് തിരിച്ചു വരണ്ടവരെ നിങ്ങൾ എങ്ങനെ രണ്ടായിട്ട് മാറിയെന്ന്? അതെ, പോകുന്ന പോക്കിനിടയിലേ നിങ്ങൾ അമ്മ എന്തെങ്കിലും വഴക്കോ പിണക്കോ ഉണ്ടായോ? അല്ലാതെ ഇപ്പം എങ്ങനെ ഇങ്ങനെ ഒരു അകൽച്ച ഉണ്ടാവുന്നേ? അയ്യോ രാഘവേട്ട, അവര് തമ്മിൽ അകൽച്ചയൊന്നുമില്ല. ഞാൻ ഭാമയോട് വല്ലതും ചോദിച്ചോ? ആ മോളെ, അച്ഛനോട് കള്ളം പറയല്ലേ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഒന്നിച്ച് സംസാരിക്കുന്നില്ല, ഒന്നിച്ചിരിക്കുന്നില്ല, കുട്ടികളെ കൊണ്ട് രണ്ടുപേരും ഒന്നിച്ച് പുറത്തു പോകുന്നില്ല. എന്റെ രാഘവേട്ട, ഒന്ന് ബഹളം വെക്കാതിരിക്കോ? ഭാമേ, മോളെ നീ ചെല്ല്, നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. അവിടേക്ക് പറയുന്നത് കേട്ടിട്ട് അങ്ങോട്ട് പോയാ മതി. വിഷ്ണു ഇപ്പൊ എവിടെ ഉണ്ട്? അവൻ എപ്പോ എവിടെ വരുമെന്ന്? അതാ അറിയത്തില്ലല്ലേ? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എല്ലാരും കൂടിയേ എന്നെ പൊട്ടനാക്കുവാന്ന്. എന്നെ പറ്റിക്കുവാ? ഞാൻ എന്തുവാ നിങ്ങളുടെ കളിപ്പാവയാണോ? രാഘവ് സാറേ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്താണോ പറയുന്നതേ? പച്ച മലയാളം. എടോ, ഇത്ര നാൾ താൻ എന്റെ പിന്നെ നടന്നിട്ടേ ഞാൻ പറയുന്നത് എന്താന്ന് തനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നില്ലെങ്കിലേ താൻ എന്റെ പിന്നെ നടക്കണ്ട. പൊക്കോ.